ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ഗോതമ്പ് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ ഇത് കുഴച്ചെടുക്കാവേ. കുഴച്ചെടുത്ത് ശരിയായി വരുന്നുണ്ട്. നല്ല മയത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാവേ. അരമണിക്കൂറായി നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതെങ്ങനെ പരത്തിയെടുക്കുന്നത് നമുക്കിതൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനെടുത്ത് നമുക്കിത് പരത്താം. ഇതിപ്പം ഞാൻ വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ പരത്തിയെടുക്കാമെന്നുണ്ട്. ഇച്ചിരി കൂടുതൽ മാവാണ് എടുത്ത്. നമുക്ക് കൊച്ചു കൊച്ചു ബോളാക്കി പരത്തിയെടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇതായിട്ട് പരത്തിയെടുത്തിട്ട് ആവശ്യത്തിന് ഒരു വട്ടപാത്രം വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നതുമാണ്. കണ്ട ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് കുറേ പരത്തി ഇതുപോലെ എടുക്കണം. ഞാൻ കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാവേ. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നന്നായിട്ടത് ചൂടായി വരുന്നുണ്ട്. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ബ്രൗൺ കളറ് വന്ന് കഴിയുമ്പോൾ നമുക്കിതങ്ങ് കോരിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാകുന്നൊരു പലഹാരത്തിൽ ഒന്നാണെന്നല്ലോ പൂരി. ഞാനിവിടെ പൂരിയുടെ കൂടെ സബ്ജിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പൊട്ടറ്റോ സബ്ജി കറിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ലതാണ് പൂരിയുടെ കൂടെ പൊട്ടറ്റോ സബ്ജി ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാവേ.
പൊട്ടറ്റോ സബ്ജി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുവാണേ. ഇപ്പോൾ കുറേ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.